ശ്രീ KPSC ലളിതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നല്ലേ? നമ്മളെ മലയാളത്തിൻ്റെ മഹാനടിയാണ് KPSC ലളിത എന്ന് പറയുന്നത്. ഒത്തിരി സിനിമകളിൽ KPSC ലളിത അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. എന്താ പറയുക, അതൊക്കെ എന്തൊരു വലിയ കാര്യമായിട്ടാണ് മലയാളികൾ കണക്കാക്കുന്നത്. മലയാളത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു നടിയാണ് KPSC ലളിത. പക്ഷേ KPSC ലളിത ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ടും KPSC ലളിതയെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എന്താണെന്നല്ലേ? അതായത് 2016 LDF ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ഒരു മദ്യവിരുദ്ധ ഒരു അഡ്വർടൈസ്മെൻറ്റ് KPSC ലളിത അഭിനയിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് KPSC ലളിത ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൽ പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF സർക്കാർ. മദ്യപാനികൾക്ക് വേണ്ടി പ്രത്യേക ബോധവൽക്കരണ പരിപാടികളും LDF സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കള്ളം പറയുന്നവരെ തിരിച്ചറിയുക, LDF സർക്കാരിന് വോട്ട് ചെയ്യുക. ഇതാണ് ആ പരസ്യത്തിലെ വാചകങ്ങൾ. അപ്പം ഓരോ ഘട്ടത്തിലും ഈ ഒരു മദ്യത്തിന് എതിരെ പ്രവർത്തിക്കേണ്ട സർക്കാർ മദ്യത്തെ സപ്പോർട്ട് ചെയ്ത് ഓരോരോ തീരുമാനങ്ങൾ കൊണ്ടുവരുമ്പോഴും KPSC ലളിത പറഞ്ഞ ഈ പരസ്യമാണ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ KPSC ലളിതക്കെതിരെയാണ് ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരുന്നിട്ടുള്ളത്. അത് ആ ഒരു പരസ്യത്തിന് താഴെ വരുന്ന അല്ലാതെ പല രീതിയിലുള്ള കമൻസും ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണെങ്കിലും ഇപ്പം ലേറ്റസ്റ്റായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ബാർ സമയം രാത്രി 12 മണി വരെ ആക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ LDF സർക്കാർ മദ്യം പെട്ടെന്ന് നിർത്താനല്ല, പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ച് ആൾക്കാരെ മദ്യവിമുക്തരാക്കാമെന്നുള്ള പ്രോഗ്രാമായിരുന്നു LDF വിഭാവനം ചെയ്തിരുന്നതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതായത് ഫസ്റ്റ് തന്നെ എന്താ പറയുക, ലൈസൻസ് എല്ലാവർക്കും, ബാർ ഉടമകൾ എത്രത്തോളം ലൈസൻസ് കൊടുക്കാവോ അത്രത്തോളം ബാറിൻ്റെ ലൈസൻസ് മുതലാളിമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബാറിന് ലൈസൻസ് കിട്ടണമെങ്കിൽ കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്കൂൾ പരിസരവും സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കണം, ഇത്ര കിലോമീറ്റർ മാറി മാത്രമേ ബാർ തുടങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി സ്കൂളിൻ്റെ മതിൽ വരെ പൊളിച്ച സംഭവമുണ്ട്. അതായത് ബാർ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലും ഒക്കെ എടുത്ത് നോക്കാൻ പറ്റും. അതിനു വേണ്ടി ഒരു സ്കൂളിൻ്റെ മതിൽ പൊളിച്ചു. കാരണം ഫ്രണ്ടിൽ വരുന്ന മതിൽ വെച്ച് നോക്കുമ്പം ആ ഒരു ബാറുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കറക്റ്റാകുന്നില്ല, പ്രോട്ടോക്കോൾ പ്രകാരം കറക്റ്റാകാതെ കൊണ്ട് അതിൻ്റെ മതിൽ പൊളിച്ച് അത് ബാക്കിലാക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, KSRTC ടെർമിനലിൽ നിന്ന് മദ്യവിൽപ്പന അതും കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇനി ഏതിനകത്തുനിന്നൊക്കെ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, കപ്പയിൽ നിന്ന്, അങ്ങനെ ഓരോ സാധനത്തു നിന്ന് മദ്യം എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അത് അടുത്തത്. രണ്ടാമതെന്ന് പറയുമ്പം എന്താ പറയുക, മദ്യത്തിന് പേര് കൊടുക്കുന്നവർക്ക് പ്രൈസ്, മദ്യത്തിന് പേരിടൽ മത്സരം. അതായത് മദ്യത്തെ സപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ട, മദ്യവിൽപ്പന പ്രോത്സാഹിപ്പിക്കാതിരിക്കേണ്ട സർക്കാരാണ് മദ്യത്തിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിന് പേരിടുന്നവർക്ക് പ്രൈസ്. പിന്നെ ഏറ്റവും ഒടുവിലാണ് ഇപ്പം ബാർ സമയം രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെ ആക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം മദ്യപാനികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, എന്തുകൊണ്ട് ഇത് 12 മണി വരെ എന്നുള്ളതാണ് എനിക്ക് സംശയമുള്ളത്. ഇനി 24 മണിക്കൂറും തുറക്കാൻ പറ്റുമോ? അതാണ് സർക്കാരിന് അവസാനമായി ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. മദ്യപാനികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും ബാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അന്ന് 2016 KPSC ലളിതയെ വെച്ച് ചെയ്ത പരസ്യത്തിൻ്റെ ഒരു എന്താ പറയുക, അതൊരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും ആ പരസ്യം ഒന്ന് എടുത്ത് കാണുമ്പോൾ എന്താ ശരിക്കും പറയേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ KPSC ലളിതയ്ക്കെതിരെയും കൂടിയാണ് ഈ ഒരു ഓരോ തീരുമാനങ്ങളും KPSC ലളിതയെയും കൂടി എന്താ പറയുക ബാധിക്കുന്ന തരത്തിലാണുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ മരിച്ചു പോയെങ്കിലും അവർക്കൊരു സ്വസ്ഥത കൊടുക്കാത്തൊരു പരസ്യമായി പോയി അത്.